നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിത് വന്നിട്ടുള്ള ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ആവണൂർ പഞ്ചായത്തിൽ കൊളങ്ങാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ 2020 കോവിഡിൻ്റെ സമയത്ത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എൻ്റെ പരിചയക്കാരെല്ലാം കൂടി ഒരു കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കനിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഈ സാമ്പത്തികമായിട്ട് വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് അവശ്യ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ ഞങ്ങളന്ന് തുടങ്ങിയതാണ്. 2020 മെയ് ജൂൺ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. സാമ്പത്തികമായിട്ട് നമുക്ക് മരുന്ന് മേടിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മരുന്ന് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശമായിരുന്നു. ആവണൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 8-9 വാർഡുകളിലുള്ള ആളുകൾക്ക് അതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഉദ്ദേശമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ പ്രധാനമായ ഉദ്ദേശം. അങ്ങനെ ഇപ്പൊ ഇത് 5 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പോഴും 8-9 വാർഡുകളിൽ കുറച്ച് ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളൊരു 20 പേര് എല്ലാ മാസവും നിശ്ചിതമായൊരു തുക ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് ആ തുക കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ആളുകൾക്ക് സാമ്പത്തിക സഹായം, സാമ്പത്തികമായിട്ടല്ല കൊടുക്കുന്നത്, മരുന്നും അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളായിട്ടുള്ള സഹായം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പുറമേ നിന്നുള്ള ഒരു തരത്തിലുള്ള വേറെ സഹായങ്ങളൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ഈ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഒക്കെ വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങളോ കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും വിശേഷങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1000 അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ള എന്തെങ്കിലും ചെറിയ സഹായം ഞങ്ങളുടെ സൊസൈറ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഞങ്ങളുടെ ആവണൂർ പഞ്ചായത്തിലെ 8-9 വാർഡുകൾ. ഇന്ന് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 5-ാം വർഷമാണ്. 5-ാം വർഷത്തിൽ ഞങ്ങൾ ഇന്ന് കുറച്ച് കുട്ടികൾക്ക് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2 നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് ഞങ്ങളൊരു അനുമോദനം ഏർപ്പെടുത്തേണ്ടായി. അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഇത് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ നാട്ടിലുള്ള ആളുകളെ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ സ്ഥാപനം നടക്കുന്നതെന്ന് അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങൾക്കിത് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങൾ നിശ്ചിതമായി മാസം എടുക്കുന്ന ഒരു തുക കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇതിൽ ഇപ്പോ 13ഓളം മെമ്പർമാർ മാത്രമേ ഉള്ളൂ. കാരണം പല ആളുകളും ഇന്ന് ഒഴിഞ്ഞുപോയി. 13ഓളം മെമ്പർമാർ മാത്രമാണ് ഇതിലിപ്പോൾ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു മാസം ഏകദേശം ചെറിയൊരു തുക എടുത്ത് ഞങ്ങൾ ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ, എല്ലാ മാസത്തിലെയും 3ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു ബ്ലഡ് ചെക്കിങ്, അതായത് നമുക്ക് നോർമലായിട്ടുള്ള റുട്ടീനായിട്ടുള്ള ബ്ലഡ് റുട്ടീൻ ചെക്കിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ചുലിശ്ശേരി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് കാര്യങ്ങൾ എടുത്തിട്ടാണ്, പുറത്തുനിന്നല്ല ഒന്നും ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വാർഷികമായിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികൾക്ക് സമ്മാനദാനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ തന്നെ ഒരു മെമ്പർ സജീവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മെമ്പറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷനായ ആൽഫ പാലിയേറ്റീവ് മെഡിക്കൽ കെയർ കെയറിലെ സന്നദ്ധ പ്രവർത്തനമാണ് സജീവ്. അപ്പോൾ സജീവനും ഞങ്ങളൊരു അനുമോദനം ഈ ഒരു യോഗത്തിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളിത് കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ പറ്റാവുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമുക്കറിയാം, ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസറായിട്ടാണ് നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത്. സമാധാനത്തിനായി ഗോപിനാഥ് മാഷിനെ ക്ഷണിക്കുക. ഈ കനിവ് എന്നുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ, ഇതിന്റെ സെക്രട്ടറി ശ്രീ
നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഇവിടെയുണ്ട്. വാർഡ് മെമ്പർ സജീവ് അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിനിമ വേദിയിലുള്ള അതുപോലെ സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ പഠിക്കുന്നതിനെ കുറിച്ച് പറയാം. ലേണിംഗ് മിഡ് നൈറ്റ് പോയിന്റ്. പഴയകാലത്ത് നമ്മൾ മകളോട് പഠിക്കുമ്പോൾ അർദ്ധരാത്രി വരെ ലേണിംഗ് മിഡ് നൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ആ ഒരു രീതിയാണ് എനിക്ക് പൊതുവെ പറയുന്നത്. വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അവർക്ക് ഈ പരീക്ഷകളുടേതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, ഇനിയും അവർക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ കൂടുതൽ അധ്യക്ഷൻ പ്രൊഫസർ ഗോപിനാഥ് എൻ്റെ കണ്ണുകൂടിയാണ്, സെക്രട്ടറി ചന്ദ്രകുട്ടിയാണ്, അതുപോലെ മറ്റെല്ലാ ഭാരവാഹികളും. അതുപോലെ തന്നെ ഈ കണ്ണൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം അംഗങ്ങളുണ്ട്. അവര് അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാലോ നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നിരഞ്ജൻ കെ എൻ വളരെയധികം സന്തോഷമുണ്ട്. മകളെ നന്നായി എന്താ ചെയ്യാം, കേരളത്തിലാണ് ബന്ധനായി ഇക്കൊല്ലൊക്കെ പരിചയപ്പെട്ടില്ല. നിങ്ങളൊന്നും താമസിക്കുന്ന ആൾക്കാരില്ലേ? നിങ്ങൾ പരിചയപ്പെട്ടില്ല. അങ്ങനെ വിളിച്ചില്ല. വരൂ. ആദ്യത്തെ ടി വി ആയിരുന്നു ആദ്യത്തെ പി സി. ഇത് മെറിൻ മരിയ. ഓടല്ലേ